അപ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടാവും, എന്താണ് നമ്മുടെ ഇയാളുടെ ഫിഷിന് മാത്രം ഇങ്ങനെ പലപ്പോഴും പല സ്ഥലത്തേക്ക് പോകുന്നു, പല സ്ഥലത്തു നിന്ന് കൊണ്ടുവരുന്നു, വീണ്ടും ഫിഷിനെ മാറ്റുന്നു, മാറ്റി വാങ്ങുന്നു, ഇത് തന്നെയാണല്ലോ സ്ഥിരം എന്ന്. അതാണ് നമ്മുടെ ഫിഷ് കീപ്പിങ്ങും സാധാരണ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫിഷ് കീപ്പിങ്ങും തമ്മിലുള്ള വ്യത്യാസം. കാരണം നമ്മുടേത് വെറും ഹോബി മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കിതിൽ സ്റ്റഡീസ് ഉണ്ട്, റിസർച്ച് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് മാത്രമല്ല. അപ്പോൾ ചില ഫിഷുകളൊക്കെ പെട്ടെന്ന് ഓവർ ഗ്രോത്ത് ആവുന്ന സമയത്ത് നമ്മളതിനെ മാറ്റി വേറെ ഫിഷിനെ കൊണ്ടുവരാറുണ്ട്. ഇതെല്ലാം ചെയ്യാറുണ്ട്. കാരണം എല്ലാ ഫിഷുകളെയും കീപ്പ് ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ ഒരുത്തനാണ് ഇവിടെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, കേരളത്തിലാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ ഒരു ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഞാൻ മാത്രം എന്ന് മാത്രമല്ല, ഇനി ആബ്സല്യൂട്ട്ലി നമ്മളിവിടെ ഒറ്റപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഇന്നലെ നമ്മുടെ വൈഫിൻ്റെ പാരൻസും അവളുടെ സിസ്റ്ററും നമ്മുടെ മെയ്ഡും, അതാണ് ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ മെയ്ഡ് നാട്ടിൽ പോയി. ഇനി കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മുതൽ ബേബി സിറ്ററായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. കുഞ്ഞിനെ നോക്കുക, അത്യാവശ്യമുള്ള ക്ലീനിങ് പരിപാടികൾ, കോളേജ് ഇല്ലാത്ത സമയത്ത് നമുക്ക് പിടിപ്പത് ജോലി വരുവാണ്. ഇനി മെയ്ഡ് നാട്ടിൽ നിന്ന് വരുന്നവരെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു നമ്മുടെ ബോയു ടാങ്ക് ഉണ്ടല്ലോ, കണ്ടില്ലേ, ഈ ടാങ്കിലേക്ക് നമ്മൾ അരപ്പയമയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ വർക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല എന്നർത്ഥം. അരപ്പയം അതോ അവിടെ തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും. അരപ്പയം അവിടെ തന്നെ ഉണ്ട്, ആ കോർണറിൽ കണ്ടില്ലേ. അപ്പോൾ അതിന് പോലും ടൈം കിട്ടിയിട്ടില്ല, ആശാൻ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു ടാങ്കില്ലേ, നമ്മുടെ വലിയ ടാങ്ക്, ഇതൊരു കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ, ഒരു പി ബാത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു പരിപാടി ചെയ്യുന്നതിന് വേണ്ടി അതിൽ നിന്നിപ്പോൾ സ്നേക്ക് ഹെഡിനെ പിടിച്ച് മാറ്റിയിട്ടുള്ളത്. ആ ടാങ്ക് ഉടനെ തന്നെ കാലിയാക്കിയിട്ട് കംപ്ലീറ്റ് എം ടി ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം, മീഡിയ ഒക്കെ എടുത്ത് മാറ്റിയിട്ട്. കാരണം ഇപ്പോൾ ഏകദേശം ഒരു വർഷം പറയില്ല, അപ്പോൾ ഒരു റീസെറ്റിംഗ് ഉണ്ട്. ഇല്ലെങ്കിൽ ഫിഷിനൊന്നും അത്ര ഒരു ക്വാളിറ്റി കിട്ടില്ല. ഞാൻ ഇതിലിടാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോഴാണ് ഇപ്പോൾ ആ ടാങ്ക് ഒന്ന് റീസെറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് റീസെറ്റ് ചെയ്യാതെ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. മീഡിയൊക്കെ കംപ്ലീറ്റ് ചിലപ്പോൾ മാറ്റേണ്ടി വരും, ഇല്ലെങ്കിൽ ഡ്രൈ ആക്കേണ്ടി വരും. മാറ്റുന്നത് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അതങ്ങനെ നിന്നു. അപ്പോൾ നമുക്ക് നോക്കാം. നെറ്റ് ഇതെടുക്കാം. അവിടെ നമ്മൾ പോകുന്ന സ്ഥലത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കയ്യിൽ വലിയ നെറ്റില്ല, നെറ്റ് എടുക്കണം, ബോക്സ് എടുക്കണം എന്നൊക്കെ. ഏത് ബോക്സ് എടുക്കും? 2 അരോണയുടെ ഈ ബോക്സ് മതിയോ? ഇതുപോലെ ബോക്സിലിട്ടുകൊണ്ട് വന്നാൽ മതിയോ? അല്ല, തെർമോക്കോൾ ബോക്സ് എടുത്താലോ? ഒരു കാര്യം ചെയ്യാം, 2 എണ്ണത്തിന് 2 ബോക്സിലാക്കിയിട്ട് നമുക്ക് 2 ബോക്സ് എടുത്തുകൊണ്ട് പോവാം. 2 ബോക്സ് എടുക്കുന്നതാണ് ബുദ്ധി. അയ്യോ, പക്ഷിക്കൂടിനൊക്കെ തിരിച്ച് കൊണ്ടുവരാൻ ടൈം ആവാറായിട്ടാ. 2 ബോക്സ് എടുക്കാം. ഈ 2 ബോക്സ് മതി. അപ്പോൾ നമ്മൾ വേട്ടക്ക് പോകണേ. വൈഫ് ഇവിടുന്ന് കളിയാക്കി പറയുന്നതാണ്, നിങ്ങൾ വേട്ടക്കാണോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫിഷിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അവിടുന്ന് വീഡിയോ പിടിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല, പറ്റുമെങ്കിൽ പിടിക്കാം. വെയിലിൻ്റെ ചൂടെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഇതാണ് ചൂട്. ഇനിയിപ്പോൾ ഏതായാലും ചൂട് കുറഞ്ഞ് വരാൻ തുടങ്ങി. പിന്നെ എന്താണ് പറയാൻ വന്നത്? നമ്മുടെ പിള്ളേരൊക്കെ ഉറങ്ങുവാണ്. ഈ സമയം കൊണ്ട് പോയി വന്നാൽ അത്രയും സുഖം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ വിസിറ്റിംഗ് ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചെത്തിയില്ലെങ്കിൽ ചിലപ്പോൾ കുടുംബകലഹം ഉണ്ടാവും. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഫിഷ് കീപ്പിംഗ് ഒക്കെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നിർത്തേണ്ട കണ്ടീഷനിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയ മെയ്ഡിനെ കണ്ടുപിടിക്കേണ്ടി വരും. മറ്റേ മെയ്ഡ് വരുന്നവരേക്ക് ടെമ്പററി ആയിട്ടെങ്കിലും മെയ്ഡ് വേണ്ടി വരും. അതാണ് ആ വേറൊരു ഇഷ്യൂ. ഏതായാലും നമുക്ക് നോക്കാം, പരമാവധി നമ്മൾ അധികം ബാധിക്കാതെ ഇങ്ങനെ ഇതിങ്ങനെ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ നോട്ടം. നമ്മൾ ഫിഷിനെ വാങ്ങാൻ പോകുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടില്ലല്ലോ? കണ്ടിട്ടുണ്ടോ? ഇല്ല, മുമ്പേ ഏതോ ഒരു വീഡിയോയിൽ നമ്മൾ പുള്ളിയുടെ വീട് കാണിച്ചായിരുന്നോ എന്ന് ഡൗട്ടുണ്ട്. പുള്ളി ഒരു അരോണ വളരെ ചെറുപ്പം മുതൽ വളർത്തി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ നല്ല വലിയ സൈസായി. അപ്പോൾ ഇത് രണ്ടും ആണും പെണ്ണും ഒക്കെ തന്നെയാണ്. പുള്ളി കുറേ പേരുടെ അടുത്തൊക്കെ അത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഞാനും നോക്കിയതാണ്. നമുക്ക് അത്ര വലിയ പരിജ്ഞാനമൊന്നും ഇല്ലെങ്കിലും ഞാനും അങ്ങ് ഉറപ്പിച്ചു അത് ആണും പെണ്ണും തന്നെ ആയിരിക്കും. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ആണും പെണ്ണും ആണോ അല്ലേ ഇതൊന്നും അല്ല, നമ്മളുടെ കയ്യിലൊരു അരോണ വരാൻ പോവാണ്. അതാണ് അതിൻ്റെ ഒരു കോമഡി. ഓക്കെ, അപ്പോൾ നമുക്ക് കൊണ്ടുവന്നിട്ട് കാണാം. മുമ്പേരെ കൊണ്ടുവന്ന് ഇതിലേക്ക് ഇട്ടപ്പോഴേക്കും നല്ല ജീവൻ പോയി. അത് എയറേഷനൊന്നും ഒന്നും പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എയറേഷൻ കൊണ്ടുവരുമ്പോഴൊക്കെ. ഇപ്പോൾ വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു, ഭാഗ്യം പോലെ ഉണ്ടാവും. ഇപ്പോൾ തൽക്കാലം ഒന്നും കുഴപ്പമൊന്നും കാണാനില്ല. ഏതായാലും കൊണ്ടുവന്ന്
ഇതിലേക്ക് ഇട്ടു. വീഡിയോ എടുക്കേണ്ട ഒരു മനസ്ഥിതിയൊന്നും അല്ലായിരുന്നു. സംഭവം എങ്ങനെയെങ്കിലും എന്താ പറയുക, ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമെന്നുള്ള ഒരു ഇതായി പോയി ലാസ്റ്റ്. കാരണം ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുത്തൻ ബോക്സിൽ നിന്ന് പുറത്തേക്ക് ചാടി. ഇതാണാണ് ചാടിയെന്ന് തോന്നുന്നു, വലുതാണാണ്. ഏതായാലും എങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ഇതിനകത്ത് എത്തിച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ അപ്ഡേറ്റ്സ് ഷോർട്സിനകത്തിടാം. ഓക്കെ.